നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഒരു ഇമേജിനെ ഒരു കളർ സ്പേസിൽ നിന്നും മറ്റൊരു കളറിലോട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്നാണ്, കൺവേർട്ട് ചെയ്യാമെന്നാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് CVT കളർ എന്ന് പറയുന്ന മെത്തേഡാണ്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ റെഡി ചെയ്ത ഇമേജ് നമുക്ക് BGR സ്പേസിലാണ്, BGR ഫോർമാറ്റിലാണ് ഉണ്ടായിരിക്കുക. നമ്മൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നമ്മുടെ ഇമേജ് ലഭിക്കുന്നതായിരിക്കും. ഇതിനെ എനിക്കിനി ഗ്രേ കളറിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ താഴെ വരിക, നമ്മൾ image1 എന്ന് പറയുന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കോൾ ചെയ്യേണ്ടത് cv.cvt കളർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡാണ്. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജ്, സോഴ്സ് ഇമേജ്, ഏത് ഇമേജാണ് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഇമേജ് കൊടുക്കുക. നമ്മളിവിടെ ഇമേജ് img എന്ന് പറയുന്ന ആ ഒരു നെയിം ഇവിടെ കൊടുക്കുന്നു. അതിനുശേഷം കോമ കൊടുത്ത ശേഷം നമ്മൾ ഏതിലോട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത്, നമ്മളത് കണ്ടെത്തുന്നത് cv.bgr, നമ്മൾ ഇപ്പോഴുള്ളത് BGR-ലാണ്. BGR to ഗ്രേ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. BGR to ഗ്രേ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത ശേഷം നമുക്ക് താഴെ ഷോ ചെയ്യിക്കണമെങ്കിൽ നമ്മളിവിടെ ആദ്യത്തേത് കളറാണ്, രണ്ടാമത്തേത് നമ്മൾ ഗ്രേ എന്ന് പറയുന്ന വിൻഡോ നെയിം കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഇമേജ് വേരിയബിൾ നെയിം image1 സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒറിജിനൽ ഇമേജ്. അതിനുശേഷം നമ്മളിത് ഈ ഒരു കളർ സ്പേസിലോട്ട് ഗ്രേയിലോട്ട് നമ്മൾ മാറ്റിയിരുന്നു. ആ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. ഇനി നമുക്കതുപോലെ മറ്റു കളർ സ്പേസിലോട്ട് എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നമ്മൾ താഴോട്ട് വീണ്ടും കോപ്പി ചെയ്യുന്നു. image2 നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് HSV-യിലോട്ടാണ്, HSV കളർ സ്പേസിലോട്ടാണ്. നമ്മൾ BGR to HSV ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു, HSV. അതുപോലെ നമ്മൾ മറ്റൊരു കളർ സ്പേസ് കൂടി ആഡ് ചെയ്യുന്നു, image3. ഇതിനെ നമ്മൾ മാറ്റുന്നത് RGB-യിലോട്ടാണ്. നമ്മൾ BGR to RGB നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത രണ്ട് ഇമേജ് നമുക്ക് ഷോ ചെയ്യിക്കാം. താഴോട്ട് ഇതുപോലെ 2 തവണ നമ്മൾ കോപ്പി ചെയ്യുന്നു. നമ്മൾ ഗ്രേ, മൂന്നാമത്തേത് നമ്മുടേത് HSV ആയിരുന്നു, HSV. അതിൻ്റെ വേരിയബിൾ നെയിം image2 ആയിരുന്നു. അതുപോലെ നാലാമത് image3, അത് നമ്മൾ RGB ആയിരുന്നു, RGB. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒറിജിനൽ ഇമേജ് ലഭിക്കുന്നു. ശേഷം നമ്മളതിനെ ഗ്രേ കളറിലോട്ട് കൺവേർട്ട് ചെയ്തു, അത് നമുക്ക് ലഭിച്ചു. പിന്നെ നമ്മളതിനെ HSV-യിലോട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. ആ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്, HSV എന്ന് പറയുന്ന വിൻഡോയിൽ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മളതിനെ RGB ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ആ ഒരു ഇമേജാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു ഇമേജിനെ വ്യത്യസ്ത കളർ സ്പേസിലോട്ട് ഈ CVT കളർ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്.